കറാച്ചി കടൽ തീരത്ത് ഇങ്ങനെ പരന്നു കിടക്കുന്ന ഒരു വലിയ അത്ഭുതം പോലെയാണ് അത്. മനുഷ്യന്റെ വലിയ ആഗ്രഹങ്ങളുടെയും അതിലേറെ വലിയ സങ്കടങ്ങളുടെയും ഒക്കെ ഒരു സ്മാരകം എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. 13 മില്യൺ ആളുകൾ അവരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആ കപ്പലിലെ വലിയ പെട്ടികളിലും താൽക്കാലിക ഷെഡുകളിലും ഒക്കെയാണ് ഒതുങ്ങിക്കൂടിയിരിക്കുന്നത്. അവിടെ ഓരോരുത്തരുടെയും ഭാവി നിശ്ചയിക്കുന്നത് ചിലപ്പോൾ കയ്യിലുള്ള രൂപയല്ല, മറിച്ച് തോക്കിൽ നിന്ന് വരുന്ന വെടിയുണ്ടകളാണ്. ഇത് നമ്മൾ സിനിമയിലോ മാഗസിനുകളിലോ ഒക്കെ കാണുന്ന തിളങ്ങുന്ന മാളുകളും വലിയ കെട്ടിടങ്ങളും ഒന്നുമുള്ള കറാച്ചിയല്ല. അതൊന്നുമല്ലാത്ത, ആരും കാണാത്ത ഒരു കറാച്ചിയുണ്ട്. യഥാർത്ഥ കറാച്ചി എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ലിയാരിയിലേക്ക് പോകണം. പകൽ സമയത്തല്ല. പകൽ സമയത്ത് അവിടെ സർക്കാരിൻ്റെ ഒക്കെ ഭരണമുണ്ടെന്ന് അവർ വെറുതെ അഭിനയിക്കും. അതുകൊണ്ട് നമുക്ക് രാത്രി അവിടെ പോകണം. രാത്രി അവിടെ തെരുവുകൾ തോക്കുള്ള ആളുകളുടേതാണ്. അവിടെയുള്ള നിശബ്ദതയ്ക്ക് പോലും ഒരു വല്ലാത്ത ഭാരമാണ്. ഏകദേശം 20 വർഷത്തോളം ലിയാരി എന്നത് വെറും ഒരു സ്ഥലമായിരുന്നില്ല, അതൊരു യുദ്ധഭൂമിയായിരുന്നു, അതൊരു രാജ്യമായിരുന്നു. അവിടെ ചില രാജാക്കന്മാരുണ്ടായിരുന്നു. അവര് നിയമങ്ങൾ എഴുതിയിരുന്നത് കടലാസിലായിരുന്നില്ല, മറിച്ച് തെരുവിലെ ചോര കൊണ്ടായിരുന്നു. ഏകദേശം 10 ലക്ഷം ആളുകൾ അവിടെ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. കുറഞ്ഞ സ്ഥലത്ത് ഇത്രയും ആളുകൾ തിങ്ങി നിറഞ്ഞ് കഴിയുകയാണ്. അവിടുത്തെ ഇടവഴികൾക്ക് ഒട്ടും വീതിയില്ല. രണ്ടുപേര് ഒരേ സമയം നടന്നു പോയാൽ അവരുടെ തോളുകൾ തമ്മിൽ മുട്ടും. കെട്ടിടങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി ഇങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. ചിലയിടങ്ങളിൽ കെട്ടിടങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ കയറുകൊണ്ടുള്ള പാലങ്ങളും താൽക്കാലിക വഴികളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2003 മുതൽ 2018 വരെയുള്ള ആ 15 കൊല്ലം ഇവിടം ഭരിച്ചിരുന്നത് കുറ്റവാളികളായിരുന്നു. രാഷ്ട്രീയക്കാരോ പോലീസോ ഒന്നുമല്ല. ലിയാരിയിലെ ഓരോ അമ്മമാരും അവരുടെ മക്കൾക്ക് പേടി സ്വപ്നമായി പറഞ്ഞു കൊടുത്തിരുന്ന ചില പേരുകളുണ്ട്. റഹ്മാൻ ഡക്കേറ്റ്, മുസേർ ബലൂച്ച്, അവരായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഈ കഥ തുടങ്ങുന്നത് ലിയാരിയല്ല. ഇത് തുടങ്ങുന്നത് കിലോമീറ്ററുകൾക്ക് അപ്പുറമുള്ള അഫ്ഗാനിസ്ഥാനിലാണ്. അവിടെ പോപ്പി പാടങ്ങളിൽ നിന്ന് ഹെറോയിൻ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 1979 സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കയറിയതോടെ പാകിസ്ഥാനിലൂടെ ഹെറോയിൻ ലോകം മുഴുവൻ ഒഴുകാൻ തുടങ്ങി. ഈ ഹെറോയിൻ എവിടെയെങ്കിലും എത്തിക്കണമല്ലോ, അതിനെ സംരക്ഷിക്കണം, കടത്തണം, വിതരണം ചെയ്യണം. ഇതിനൊക്കെ വലിയൊരു ഗ്യാങ് വേണം. പണത്തിനു വേണ്ടി കൊല്ലാൻ തയ്യാറുള്ള ആളുകൾ വേണം. അങ്ങനെയാണ് അവിടെ മാഫിയകൾ വളരാൻ തുടങ്ങിയത്. 1970-കളിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മുസ്ലിമുകൾ പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവർ രാജ്യത്തിൻ്റെ ഭാവിയാകും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ കറാച്ചി സർക്കാരിനെ അവരെയൊക്കെ താമസിപ്പിക്കാനുള്ള സൗകര്യങ്ങളോ താല്പര്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് അവർ സ്വന്തമായിട്ട് കോളനികൾ ഉണ്ടാക്കി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായതാണ് ലിയാരി. തുടക്കം മുതലേ അങ്ങേയറ്റം ദാരിദ്ര്യം പിടിച്ച ഒരു സ്ഥലം, സർക്കാർ പാടെ ഉപേക്ഷിച്ച ഒരിടം. അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങൾ വളരാൻ ഏറ്റവും നല്ല മണ്ണായിരുന്നു അത്. ആദ്യകാലത്ത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മയക്കുമരുന്ന് കച്ചവടം അത്ര വലുതൊന്നും ആയിരുന്നില്ല, പക്ഷേ പതുക്കെ പതുക്കെ വളരുകയായിരുന്നു. ഹാജിലാലു എന്നൊരാൾ ഈ അവസരം ശരിക്കും പ്രയോഗിച്ചു. അയാൾ അങ്ങേയറ്റം ക്രൂരനും ബുദ്ധിമാനുമായിരുന്നു. ലിയാരിയിലെ യുവാക്കളെ ഉപയോഗിച്ച് അയാൾ ഹെറോയിൻ കച്ചവടം തുടങ്ങി. പോലീസിനും രാഷ്ട്രീയക്കാർക്കും ഒക്കെ അയാൾ പണം നൽകി. അയാൾ അസാധ്യമായി പണക്കാരനായിട്ട് മാറി. കുറേ കാലം ലിയാരിയിലെ രാജാവ് ഹാജിലാലു തന്നെയായിരുന്നു. പക്ഷേ അധികാരം കൂടുമ്പോൾ അത് കൈക്കലാക്കാൻ പിന്നാലെ ആരെങ്കിലും വരും. അത് സ്വാഭാവികമാണല്ലോ. 1990-കളിൽ റഹ്മാൻ ബലൂച്ച് എന്നൊരു ചെറുപ്പക്കാരൻ ഹാജിലാലുവിൻ്റെ കൂടെ മയക്കുമരുന്ന് വിൽക്കാൻ നടന്നിരുന്നു. 1967-ലാണ് അയാൾ ജനിച്ചത്. ഒന്നുമില്ലാത്ത ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു അയാളുടേത്. പക്ഷേ ഒരു കൊച്ചുപയ്യൻ ആയിരുന്നപ്പോൾ തന്നെ അയാൾക്ക് വല്ലാത്തൊരു സ്വഭാവമായിരുന്നു. വെറും 13 വയസ്സുള്ളപ്പോൾ പടക്കം പൊട്ടിക്കുന്നത് തടഞ്ഞ ഒരാളെ അയാൾ കുത്തി പരിക്കേൽപ്പിച്ചു. ആലോചിച്ചു നോക്കണം, അതായിരുന്നു അവൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്. ഒരു 20 വയസ്സായപ്പോഴേക്കും അയാൾ വലിയ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായി. ഹാജിലാലുവിൻ്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാളായിട്ട് അയാൾ മാറുകയായിരുന്നു. പക്ഷേ ഹാജിലാലുവിനെ മറ്റൊരു സഹായി കൂടി അന്നവിടെ ഉണ്ടായിരുന്നു, അർഷാദ് പപ്പു. പപ്പുവും അങ്ങേയറ്റം ക്രൂരനും വലിയ ലക്ഷ്യങ്ങളുള്ള ഒരാളുമായിരുന്നു. ഹാജിലാലുവിന് ശേഷം ലിയാരി താൻ ഭരിക്കണം എന്നായിരുന്നു പപ്പുവിൻ്റെ ആഗ്രഹം. അപ്പോൾ പിന്നെ ഒരു ചോദ്യം അവിടെ ബാക്കിയായി. ഹാജിലാലുവിന് ശേഷം ആര് ലിയാരി ഭരിക്കും, റഹ്മാനോ അതോ പപ്പുവോ? 2001 ഹാജിലാലു അറസ്റ്റിലായതോടെ ആ ചോദ്യത്തിനുള്ള ഉത്തരം രക്തം കൊണ്ടാണ് എഴുതപ്പെട്ടത്. റഹ്മാനും പപ്പുവും 2 ഗ്യാങ് ആയിട്ട് പിരിഞ്ഞു.
കൂടുതൽ ആളുകൾ റഹ്മാന്റെ കൂടെ തന്നെയായിരുന്നു. പപ്പുവിന് ചില പ്രത്യേക ഏരിയകൾ കെട്ടി. അടുത്ത 3 വർഷം ലിയാരി കണ്ടത് ക്രൂരമായിട്ടുള്ള യുദ്ധങ്ങളാണ്. ഏകദേശം 300-ലധികം ആളുകൾ ആ സമയത്ത് മരിച്ചു എന്നാണ് പറയുന്നത്. മരിച്ചവർ എല്ലാവരും ഗുണ്ടകളായിരുന്നില്ല. സാധാരണക്കാരായ എത്രയോ പേർ ആ വെടിവെപ്പുകൾക്കിടയിൽപ്പെട്ട് മരിച്ചുപോയി എന്നുള്ളതാണ് സത്യം. പണം കൊടുക്കാൻ പറ്റാത്ത കടയുടമകൾ, തെറ്റായ സ്ഥലത്ത് വീടെടുത്തു പോയ കുടുംബങ്ങൾ, തെരുവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എല്ലാവരും ഇതിൽ ഇരകളായി മാറി. വേസ്റ്റ് കുപ്പകളിലും പുഴകളിലും റോഡരികിലുമൊക്കെ ശവങ്ങൾ കണ്ടു തുടങ്ങി. ആ വർഷങ്ങളിൽ പോലീസ് ലിയാരിയിലേക്ക് കടക്കാൻ പേടിച്ചു. അവർക്ക് അവിടുത്തെ ഗാങ്ങുകളെ നേരിടാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പല പോലീസുകാരും ഈ ഗാങ്ങുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങുന്ന ആളുകളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ലിയാരി പാകിസ്ഥാന്റെ ഭാഗമല്ലാതായിട്ട് മാറിയെന്ന് പറയാം. നിയമങ്ങളില്ലാത്ത, വെടിയുണ്ടകൾ മാത്രം സംസാരിക്കുന്ന ഒരിടം. 2004 ആയപ്പോഴേക്കും റഹ്മാൻ ബലൂച്ച് അവിടെ വിജയിയായിട്ട് മാറുകയാണ്. അയാൾ പപ്പുവിനെ തോൽപ്പിച്ചു. ലിയാരിയുടെ ഭൂരിഭാഗം സ്ഥലങ്ങളും അയാൾ പിടിച്ചെടുത്തു. മയക്കുമരുന്ന് കടത്തിന് പുറമെ തോക്ക് കച്ചവടം, തട്ടിക്കൊണ്ടുപോകല്, ഗുണ്ടാപിരിവ്, അങ്ങനെ എല്ലാം അയാൾ നിയന്ത്രിക്കാൻ തുടങ്ങി. അയാൾ ഒരു വലിയ സാമ്രാജ്യം തന്നെ അവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. പക്ഷേ അവിടെ ഒരു വിചിത്രമായിട്ടുള്ള കാര്യം നടക്കുകയും ചെയ്തു. 2008 ആയപ്പോഴേക്കും കറാച്ചിയിൽ പുതിയ ചില രാഷ്ട്രീയക്കാർ അധികാരത്തിൽ വന്നു. PPP എന്ന പാർട്ടിക്കാരായിരുന്നു അത്. അവർ റഹ്മാനെ കണ്ടത് ഒരു കുറ്റവാളിയായിട്ടല്ല, മറിച്ച് ഒരു വലിയ മുതൽക്കൂട്ടായിട്ടാണ്. കാരണം ലിയാരിയിലെ വോട്ടുകൾ മുഴുവൻ റഹ്മാന്റെ കയ്യിലാണ്. അവിടുത്തെ ലക്ഷക്കണക്കിന് ആളുകൾ റഹ്മാൻ പറയുന്നത് കേൾക്കും. റഹ്മാനെ കൂടെ നിർത്തിയാൽ കറാച്ചിയിലെ രാഷ്ട്രീയം തങ്ങൾക്ക് നിയന്ത്രിക്കാം എന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. അതുകൊണ്ട് അവർ റഹ്മാന് ഒരു ഓഫർ കൊടുത്തു. നിനക്ക് ഞങ്ങൾ നിയമപരമായിട്ടുള്ള എല്ലാവിധ അംഗീകാരങ്ങളും തരാം. അങ്ങനെ പീപ്പിൾസ് അമൻ കമ്മിറ്റി എന്നൊരു സംഘടന അവരുണ്ടാക്കി. ലിയാരിയിൽ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു സംഘടനയാണ് ഇതെന്നായിരുന്നു പുറം ലോകത്തോട് അവർ പറഞ്ഞിരുന്നത്. അതിന്റെ ലീഡറായിട്ട് റഹ്മാനെ അവർ വായിച്ചു. പകരം ലിയാരിയിലെ വോട്ടുകൾ PPPക്ക് കിട്ടണം. സർക്കാർ തന്നെ ഒരു കുറ്റവാളിയെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥ. ആസിഫ് അൽ സർദാരിയും സുൽഫിഖർ മിർസയും ഒക്കെ ഇതിന് സമ്മതം മൂളുകയും ചെയ്തു. ലിയാരിയിലെ ആ ഗുണ്ടാ നേതാവിനെ അങ്ങനെ ഭരണകൂടത്തിന്റെ അംഗീകാരം കിട്ടി. റഹ്മാൻ അത് സന്തോഷത്തോടെ സ്വീകരിച്ചു. അയാള് താനൊരു റോബിൻഹുഡാണെന്ന് വരുത്തി തീർത്തു. പാവപ്പെട്ടവർക്ക് പണം കൊടുത്തു. മരണവീടുകളിൽ പോയി സഹായിച്ചു. നാട്ടുകാർക്ക് സമാധാനം നൽകുന്ന ഒരാളാണ് താനെന്ന് അയാൾ വരുത്തി തീർക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ലിയാരിയിലെ ഒരുപാട് ആളുകൾക്ക് അയാളോട് വല്ലാത്തൊരു സ്നേഹവും തോന്നി തുടങ്ങി. അതയാൾ നല്ലവനായത് കൊണ്ടല്ല, മറിച്ച് അയാൾ ഉള്ളതുകൊണ്ട് അവർക്ക് കിട്ടിയ ചില ആശ്വാസങ്ങൾ കാരണമായിരുന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് ഒരു ദിവസം റഹ്മാൻ അറസ്റ്റിലായി. 2009 ഓഗസ്റ്റ് 9 പോലീസ് ഒരു കാര്യം അറിയിച്ചു. റഹ്മാൻ ഡക്കേറ്റ് ഒരു എൻകൗണ്ടറിൽ കൊല്ലപ്പെട്ടു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ പിടിക്കാൻ ചെന്നപ്പോൾ അയാൾ പോലീസിനെ ആക്രമിച്ചെന്നും അപ്പോൾ തിരിച്ചു വെടിവെച്ചു എന്നാണ് പോലീസ് പറഞ്ഞത്. പക്ഷെ അതൊരു നാടകമായിരുന്നു എന്ന് വിശ്വസിക്കുന്നവർ ഒരുപാടുണ്ട്. റഹ്മാൻ അധികം വളരുന്നത് ആർക്കോ ഇഷ്ടമായില്ല എന്ന് വേണം കരുതാൻ. അയാളുടെ ശവസംസ്കാരത്തിന് 10,000-കണക്കിന് ആളുകളാണ് വന്നത്. റഹ്മാൻ മരിച്ചതോടെ അയാളുടെ ആ വലിയ സാമ്രാജ്യത്തിന് പുതിയൊരു നേതാവിനെ വേണമെന്നായി. അവിടെയാണ് ഉസൈർ ജാൻ ബലൂച്ച് വരുന്നത്. 2003 അയാൾ റഹ്മാന്റെ ഗാങ്ങിൽ ചേർന്നത്. 1970 അയാൾ ജനിച്ചത്. ഒരു സാധാരണ ബലൂച്ച് കുടുംബം. പഠിത്തമോ സ്വാധീനമോ ഒന്നുമില്ല. പക്ഷേ ഉസൈറിന് മറ്റാർക്കുമില്ലാത്ത ഒരു കഴിവുണ്ടായിരുന്നു: ക്രൂരത. അങ്ങേയറ്റം ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ അയാൾക്ക് യാതൊരു മടിയുമില്ലായിരുന്നു. ഉസൈറി ഗാങ്ങിൽ ചേരാൻ ഒരു കാരണവുമുണ്ട്. 2003 അയാളുടെ അച്ഛനെ അർഷാദ് പപ്പു തട്ടിക്കൊണ്ടുപോയി. പണം വേണമെന്ന് പപ്പു ആവശ്യപ്പെട്ടു. ഉസൈറിന്റെ കുടുംബം പണം കൊടുത്തു. പക്ഷേ പണം വാങ്ങിയിട്ടും പപ്പു അയാളുടെ അച്ഛനെ കൊന്നുകളഞ്ഞു. പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല. താൻ പറയുന്നത് നടക്കും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്ത ഒരു കൊലപാതകം. അതോടെ ഉസൈർ ആകെ തകർന്നു പോയിരുന്നു. പക്ഷേ ആ ദുഃഖം പെട്ടെന്ന് തന്നെ വലിയൊരു ദേഷ്യമായിട്ട് മാറി. അർഷാദ് പപ്പുവിനെ കൊല്ലണം, അവന്റെ കൂടെയുള്ള എല്ലാവരെയും തീർക്കണം എന്നായി അയാളുടെ ലക്ഷ്യം. അങ്ങനെയാണ് പ്രതികാരം ചെയ്യാൻ വേണ്ടി അയാൾ റഹ്മാന്റെ കൂടെ കൂടുന്നത്. അടുത്ത 6 വർഷം റഹ്മാന്റെ കൂടെ നിന്ന് അയാൾ എല്ലാം പഠിച്ചു. എങ്ങനെ കൊല്ലണം, എങ്ങനെ പീഡിപ്പിക്കണം, ഭയപ്പെടുത്തി എങ്ങനെ ഭരിക്കണം എന്നൊക്കെ അയാൾ പഠിച്ചെടുക്കുകയും ചെയ്തു. 2009 റഹ്മാൻ മരിച്ചപ്പോൾ ഉസൈർ എല്ലാം ഏറ്റെടുത്തു. വെറും 39 വയസ്സുള്ളപ്പോൾ അയാൾ ലിയാരിയുടെ രാജാവായിട്ട് മാറി. ഗുണ്ടാപിരിവിലൂടെയും മയക്കുമരുന്ന് കച്ചവടത്തിലൂടെയും കിട്ടിയ പണം ഉപയോഗിച്ച് അയാൾ ഒരു വലിയ കോട്ട തന്നെ പണിതു. നീന്തൽക്കുളവും വലിയ മതിലുകളും ഒക്കെയുള്ള ഒരു കൊട്ടാരം. അവിടെ കാവൽക്കാരും തോക്കുകളും ഒക്കെ എപ്പോഴും റെഡിയായിരുന്നു. അവിടെ നിന്നാണ് അയാൾ ലിയാരിയെ ഭരിച്ചത്. പക്ഷേ റഹ്മാന്റെ കാലത്ത് ബാക്കിയായിട്ടുള്ള ഒരു കാര്യമുണ്ടായിരുന്നു: അർഷദ് പപ്പു.
അയാൾ ഇപ്പോഴും ജീവനോടെയുണ്ട്. 2006 പപ്പു ജയിലിൽ പോയിരുന്നു. പക്ഷേ 2008 പുതിയ രാഷ്ട്രീയക്കാർ വന്നപ്പോൾ അവർ പപ്പുവിന്റെ ആളുകളെ ഓരോരുത്തരായിട്ട് വിട്ടയക്കാൻ തുടങ്ങി. ലിയാരിയിൽ ഒരാൾ മാത്രം ശക്തനാവുന്നത് തടയാൻ വേണ്ടി സർക്കാർ കളിച്ച ഒരു കളിയായിരുന്നു അത്. 2 ഗ്യാങ്ങുകൾ തമ്മിൽ എപ്പോഴും തല്ലിക്കൊണ്ടിരുന്നാലേ രാഷ്ട്രീയക്കാർക്ക് ലാഭമുള്ളൂ. അങ്ങനെ പപ്പുവിന്റെ ഗ്യാങ് വീണ്ടും ശക്തിപ്പെടാൻ തുടങ്ങി. ഉസൈർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. തന്റെ അച്ഛനെ കൊന്നവനോട് പ്രതികാരം ചെയ്യാൻ അയാൾ കാത്തിരിക്കുകയായിരുന്നു. ആ സമയം അടുത്തുകൊണ്ടിരുന്നു. 2012 ഏപ്രിൽ 26 മാലിക് മുഹമ്മദ് ഖാൻ എന്നൊരു രാഷ്ട്രീയക്കാരൻ കൊല്ലപ്പെട്ടു. ഉസൈറിനെ അയാൾ എതിർത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഉസൈർ അയാളെ തീർത്തു. ഒരു രാഷ്ട്രീയക്കാരനെ പകൽ വെളിച്ചത്തിൽ കൊന്നത് വലിയ വാർത്തയായിട്ട് മാറി. ആർക്കും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു സന്ദേശമായിരുന്നു അത് നൽകിയത്. ഇതോടെ സർക്കാർ ഇടപെടാൻ തീരുമാനിച്ചു. ഉസൈർ അതിരുകടക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും ചെയ്തു. ആഭ്യന്തരമന്ത്രി റഹ്മാൻ മാലിക് ലിയാരിയിൽ ഒരു വലിയ ഓപ്പറേഷൻ നടത്താൻ ഉത്തരവിട്ടു. 2012 ഏപ്രിൽ 27 സിദ് പോലീസ് ലിയാരി വളഞ്ഞു. ഉസൈറിനെ പിടിക്കാനായിരുന്നു അവരുടെ നീക്കം. പക്ഷേ ഉസൈറെല്ലാം നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു. അയാളുടെ കയ്യിലെ റോക്കറ്റ് ലോഞ്ചറുകളും മെഷീൻ ഗണ്ണുകളും ഒക്കെ ഉണ്ടായിരുന്നു. പോലീസുകാർ ലിയാരിയിലെ ആ ചെറിയ വഴികളിലേക്ക് കയറിയപ്പോൾ അവർ അപ്രതീക്ഷിതമായിട്ട് ആക്രമിക്കപ്പെട്ടു. കെട്ടിടങ്ങളുടെ മുകളിൽ നിന്നും ജനലുകൾക്കിടയിൽ നിന്നും ഒക്കെ ഗുണ്ടകൾ വെടിവെച്ചു. പോലീസുകാർ കൊല്ലപ്പെട്ടു. ആംബുലൻസിന് പോലും ഉള്ളിലേക്ക് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ലിയാരി ശരിക്കും ഒരു യുദ്ധക്കളമായിട്ട് മാറുകയായിരുന്നു. പോലീസ് ലിയാരി വളഞ്ഞു വെച്ചു. ഭക്ഷണമില്ല, വെള്ളമില്ല, മരുന്നില്ല. സാധാരണക്കാർ ശരിക്കും കുടുങ്ങിപ്പോയിരുന്നു. ഒരാഴ്ചയോളം ഈ പോരാട്ടം തുടരുകയും ചെയ്തു. അവിടെ ഒരു കാര്യം കൂടി നടക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പാരാമിലിറ്ററി ഫോഴ്സായിട്ടുള്ള റേഞ്ചേഴ്സ് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്തില്ല. അവർ വിചാരിച്ചിരുന്നെങ്കിൽ പോലീസിനെ സഹായിക്കാമായിരുന്നു. പക്ഷേ മുകളിൽ നിന്നുള്ള ഏതോ ഉത്തരവ് കാരണം അവർ മാറി നിൽക്കുകയും ചെയ്തു. അതെല്ലാം മാറ്റിമറിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം 38 ആളുകൾ മരിച്ചതോടെ സർക്കാർ ആ ഓപ്പറേഷൻ നിർത്തിവെക്കുകയും ചെയ്തു. ഉസൈറും അവന്റെ ഗ്യാങ്ങും സർക്കാരിനെ തോൽപ്പിച്ചു. അവർ തങ്ങളുടെ മണ്ണ് സംരക്ഷിച്ചു. നാട്ടുകാരുടെ മുന്നിൽ ഉസൈർ ഒരു ഹീറോയായിട്ട് മാറുകയായിരുന്നു. ഞാൻ നിങ്ങളെ പോലീസിൽ നിന്ന് രക്ഷിച്ചു എന്നയാൾ പറഞ്ഞു നടന്നു. ലിയാരിയിലെ ഒരുപാട് ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു. ഇതോടെ ഉസൈറിന് വലിയ ധൈര്യമായി. ഇനി തൻ്റെ പഴയ ശത്രുവായിട്ടുള്ള അർഷാദ് പപ്പുവിനെ തീർക്കാൻ സമയമായി എന്ന് അയാൾ ഉറപ്പിച്ചു. 2012 ആ ഓപ്പറേഷന് ശേഷം പപ്പുവിന്റെ ഗ്യാങ് കുറച്ച് ദുർബലമായിരുന്നു. ഉസൈർ ആ അവസരം കൃത്യമായിട്ട് ഉപയോഗിച്ചു. 2013 തുടക്കത്തിലെ ഉസൈറിന്റെ ആളുകൾ അർഷാദ് പപ്പുവിനെയും അവന്റെ സഹോദരനെയും തട്ടിക്കൊണ്ടുപോയി. ലിയാരിയിലെ ഒരു രഹസ്യ ടോർച്ചർ റൂമിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ നടന്ന കാര്യങ്ങൾ കേട്ടാലേ ക്രൂരമായിട്ടുള്ള യുദ്ധങ്ങൾ കണ്ടുശീലിച്ച ആളുകൾ പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്ര ഭീകരമായിരുന്നു അത്. പല ദിവസങ്ങളോളം പപ്പുവിനെ അവർ പീഡിപ്പിച്ചു. പെട്ടെന്ന് കൊല്ലരുത് എന്നായിരുന്നു ഉസൈറിന്റെ നിർദ്ദേശം. ഇലക്ട്രിക് ടില്ലുകൾ ഉപയോഗിച്ച് അവന്റെ ശരീരത്തിൽ ഓട്ടകൾ ഉണ്ടാക്കി. നഖങ്ങൾ ഓരോന്നായിട്ട് പിഴുതെടുത്തു. സിഗരറ്റ് കൊണ്ട് ശരീരം മുഴുവൻ പൊള്ളിച്ചു. ഇരുമ്പ് ദണ്ടുകൾ കൊണ്ട് തല്ലി. ഒരു മനുഷ്യന് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും ക്രൂരത അവരെ കാണിച്ചു. അവസാനം ഉസൈർ ഉത്തരവിട്ടു, പപ്പുവിന്റെ തല വെട്ടിമാറ്റി. പക്ഷേ അവിടെയും തീർന്നില്ല എന്നുള്ളതാണ്. ആ വെട്ടിമാറ്റിയ തലയുമായിട്ട് അവർ ലിയാരിയിലെ തെരുവിലിറങ്ങി. എന്നിട്ട് അത് എന്തു ചെയ്തു എന്നറിയാമോ? ആ തല വെച്ച് അവർ ഫുട്ബോൾ കളിച്ചു. ഒരു മനുഷ്യൻ്റെ തല വെച്ച് റോട്ടിലിട്ട് അവർ ഫുട്ബോൾ തട്ടിക്കളിക്കുകയാണ്. തങ്ങളെ എതിർത്താൽ ഇതായിരിക്കും അവസ്ഥ എന്ന് ലോകത്തിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു അവർ യഥാർത്ഥത്തിൽ. ബാക്കിയുള്ള ശരീരം അവർ കത്തിച്ച് കളയുകയും ചെയ്തു. പോലീസുകാർ ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഉസൈർ പറഞ്ഞത് വല്ലാത്തൊരു മറുപടിയാണ്. ഇതൊരു കർമ്മഫലമാണ്, ചെയ്തത് തിരിച്ചു കിട്ടും. 10 കൊല്ലം മുമ്പ് തൻ്റെ അച്ഛനെ കൊന്നതിനെ പപ്പുവിനെ കൊന്നു എന്ന് അയാൾ ന്യായീകരിച്ചു. അർഷാദ് പപ്പുവിന്റെ മരണം ലിയാരിയുടെ ചരിത്രത്തിലെ വലിയൊരു മാറ്റമായിരുന്നു. ഇതോടെ ഉസൈർ അവിടെ ഏകഛത്രാധിപതിയായിട്ട് മാറുകയായിരുന്നു. അയാളെ എതിർക്കാൻ ആരുമില്ലാതായി. ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു കൊലപാതകം ചെയ്തിട്ടും അയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. അതിനർത്ഥം അയാൾ നിയമത്തിന് മുകളിലാണ് എന്നാണ്. പക്ഷേ ലിയാരിയിലെ സാധാരണക്കാർക്ക് ഇത് വലിയൊരു പേടിസ്വപ്നമായിട്ട് മാറി. എപ്പോഴും ഗ്യാങ് വാറുകൾ നടക്കുന്നു. പണത്തിനു വേണ്ടി കുട്ടികളെയും യുവാക്കളെയും തട്ടിക്കൊണ്ടുപോകുന്നു. കറാച്ചിയിലെ പലയിടങ്ങളിലും ചാക്കിൽ കെട്ടിയ നിലയിൽ ശവങ്ങൾ കണ്ടു തുടങ്ങി. മകൻ തങ്ങളുടെ കയ്യിലുണ്ടെന്നും പണം നൽകിയാൽ വിടാമെന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കോളുകൾ വരാൻ തുടങ്ങും. പണം നൽകിയാലും ചിലപ്പോൾ അവരെ ജീവനോടെ കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. ചിലപ്പോൾ അവരുടെ ശരീരഭാഗങ്ങൾ മാത്രമായിരിക്കും തിരിച്ചു കിട്ടുക. ടോർച്ചർ റൂമുകൾ അവിടെ കൂടി വന്നു. ഡ്രില്ലുകളും ആസിഡും ഒക്കെ ഉപയോഗിച്ചുള്ള പീഡനങ്ങൾ പതിവായി. ലിയാരിയിലെ കെട്ടിടങ്ങൾക്ക് മുകളിൽ സ്നൈപ്പർമാര് കാവൽ നിന്നു. തോക്കുള്ള ഗുണ്ടകൾ അവിടെ റോന്ത് ചുറ്റിക്കൊണ്ടിരുന്നു. പോലീസിനും പട്ടാളത്തിനും അങ്ങോട്ട് പ്രവേശനം ഇല്ലാതായി.
അങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഉസൈറിന്റെ അനുവാദം വേണം. ലിയാരി ശരിക്കും ഒരു യുദ്ധഭൂമിയായിട്ട് മാറിയായിരുന്നു. പട്ടാളക്കാരും ശത്രുക്കളും തമ്മിലല്ല, മറിച്ച് ഗുണ്ടകളും സർക്കാരും തമ്മിലുള്ള യുദ്ധമാണ് അവിടെ നടന്നിരുന്നത്. സ്കൂളുകൾ അടച്ചു, കടകൾ തുറക്കാൻ പേടിയായി, ആശുപത്രികൾ പോലും ഗുണ്ടകളുടെ താവളങ്ങളായിട്ട് മാറി. ലിയാരിയിലെ ജീവിതം പൂർണ്ണമായിട്ട് തകർന്നു പോയിരുന്നു. ഇതായിരുന്നു ഉസൈറിന്റെ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ അധികാരം കൂടുമ്പോൾ ഉൾപോരുകളും തുടങ്ങും. 2014 ആയപ്പോഴേക്കും ഉസൈറിന്റെ ഗ്യാങ്ങിൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങി. ബാബ ലാഡ്ല എന്ന് വിളിക്കുന്ന നൂർ മുഹമ്മദ് എന്നൊരാള് ഉസൈറിനെതിരെ തിരിഞ്ഞു. അയാൾക്ക് ലിയാരിയുടെ ഭരണം വേണമായിരുന്നു. 2014 മാർച്ച് 12 ലജ്പത് മാർക്കറ്റിൽ വെച്ച് ഈ രണ്ട് ഗ്യാങ്ങുകളും തമ്മിൽ വലിയൊരു വെടിവെപ്പുണ്ടായി. സ്ത്രീകൾ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന എപ്പോഴും തിരക്കുള്ള ഒരു സ്ഥലമായിരുന്നു അത്. മണിക്കൂറുകളോളം അവിടെ വെടിവെപ്പ് തുടർന്നു. ആ പാവം സ്ത്രീകൾക്കും കുട്ടികൾക്കും വെടിയേറ്റു. ഒരുപാട് പേര് അവിടെ മരിച്ചു വീണു. ലിയാരിയിലെ ജനങ്ങൾക്ക് ഇതോടെ ആ ഗ്യാങ്ങുകളോടുള്ള സ്നേഹം മുഴുവൻ പോയി എന്ന് വേണം പറയാൻ. തങ്ങളെ സംരക്ഷിക്കും എന്ന് പറഞ്ഞിരുന്നവർ തങ്ങളുടെ മുന്നിലിട്ട് സ്വന്തം നാട്ടുകാരെ വെടിവെച്ചു കൊല്ലുകയാണ്. തങ്ങൾ വെറും ഇരകളാണെന്ന് അവർക്ക് മനസ്സിലായി. ഉസൈർ തങ്ങളുടെ സംരക്ഷകനല്ല, മറിച്ച് തങ്ങളെ ജയിലിലിട്ടിരിക്കുന്ന ഒരു കൊള്ളക്കാരനാണ് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ സമയത്ത് കറാച്ചി ഭരണകൂടത്തിലും ചില മാറ്റങ്ങൾ വന്നു. ഇത്രയും കാലം മിണ്ടാതിരുന്ന റേഞ്ചേഴ്സ് ഇടപെടാൻ തീരുമാനിച്ചു. പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് കറാച്ചി സന്ദർശിച്ചു. അവിടുത്തെ അവസ്ഥ കണ്ട് അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. പോലീസിനെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് പട്ടാളത്തെ അയക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. ചൗധരി അസ്ലം എന്നൊരു ധീരനായിട്ടുള്ള പോലീസ് ഓഫീസർ ലിയാരിയിലെ ഗുണ്ടകളെ പിടിക്കാൻ നോക്കിയിരുന്നു. പക്ഷേ 2014 ജനുവരിയിൽ ഒരു ബോംബ് സ്ഫോടനത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തു. അത് താലിബാൻ ചെയ്തതാണെന്ന് പറയുന്നത്, പക്ഷേ പലരും വിശ്വസിക്കുന്നത് ഉസൈറിന്റെ ആളുകൾ വിവരം കൊടുത്തത് കൊണ്ടാണ് അത് നടന്നത് എന്നാണ്. 2013 സെപ്റ്റംബറിൽ ഓപ്പറേഷൻ ലിയാരി ശരിക്കും തുടങ്ങി. ഇത്തവണ പോലീസ് ആയിരുന്നില്ല, മറിച്ച് റേഞ്ചേഴ്സ് ആയിരുന്നു. പട്ടാളത്തിന് ട്രെയിനിങ് കിട്ടിയ വലിയ തോക്കുകളുള്ള റേഞ്ചേഴ്സ് ലിയാരിയിലേക്ക് ഇരച്ചു കയറി. വീടുകൾ തോറും അവർ സെർച്ച് നടത്തി. ഗുണ്ടകൾ റോക്കറ്റ് ലോഞ്ചറുകളൊക്കെ വെച്ച് തിരിച്ചടിച്ചെങ്കിലും റേഞ്ചേഴ്സ് പിന്മാറിയില്ല. ദിവസങ്ങളല്ല, ആഴ്ചകളല്ല, മാസങ്ങളോളം ആ ഓപ്പറേഷൻ നീണ്ടുനിന്നു. പതുക്കെ ലിയാരിയിലെ ഗ്യാങ്ങുകൾ തകരാൻ തുടങ്ങി. മെയിൻ ലീഡർമാര് കൊല്ലപ്പെട്ടു. മറ്റുള്ളവർ പേടിച്ച് നാടുവിട്ടു. പതിറ്റാണ്ടുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ആ സാമ്രാജ്യം ഒന്നാകെ തകർന്നു വീണു. 2015 ഡിസംബറിൽ ഉസൈർ ബലൂച്ച് പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒമാനിലേക്ക് പോയി അവിടുന്ന് യുഎയിലേക്ക് കടക്കാൻ നോക്കിയപ്പോൾ ഇന്റർപോൾ അയാളെ പിടികൂടി. പാകിസ്ഥാനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അയാളെ 2020 12 വർഷത്തെ തടവിന് ശിക്ഷിച്ചു. ഇപ്പോൾ അയാൾ കറാച്ചി സെൻട്രൽ ജയിലിലാണുള്ളത്. പക്ഷേ ഇപ്പോഴും അയാൾ അപകടകാരിയാണ്. ജയിലിൽ ഇരുന്നും അയാൾ ലിയാരിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ നോക്കുന്നുണ്ട്. ബാബ ലഡ്ല കുറച്ചു കാലം കൂടി പിടിച്ചു നിന്നു. പക്ഷേ 2017 ഫെബ്രുവരിയിൽ നടന്ന ഒരു വെടിപ്പിൽ അയാളും കൊല്ലപ്പെട്ടു. അതോടെ ലിയാരിയിലെ ഗ്യാങ് വാറുകൾക്ക് ഒരു അന്ത്യമായി. ആ ഓപ്പറേഷൻ ശരിക്കും ഒരു മാറ്റമുണ്ടാക്കി. 2013 ലോകത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള 6ാമത്തെ നഗരമായിരുന്നു കറാച്ചി എന്ന് പറയുന്നത്. എന്നാൽ 2017 ആയപ്പോഴേക്കും അത് 93ാം സ്ഥാനത്തേക്ക് താഴ്ന്നു. കൊലപാതകങ്ങൾ 85% കുറഞ്ഞു എന്നുള്ളതാണ്. അസാധ്യമാണെന്ന് കരുതിയ ഒരു മാറ്റം അവിടെ സംഭവിച്ചു. എത്രയോ ജീവനുകൾ രക്ഷിക്കപ്പെട്ടു. കുട്ടികൾ വീണ്ടും സ്കൂളുകളിൽ പോയി തുടങ്ങി. പക്ഷെ ഇതിനൊരു മറുപുറം കൂടിയുണ്ട്. ഒരുപാട് സാധാരണക്കാരെ ആ യുദ്ധത്തിനിടയിൽ മരിച്ചു പോയിരുന്നു. പല കുടുംബങ്ങളും വീടുകൾ ഉപേക്ഷിച്ചു പോയിരുന്നു. ലിയാരിയിലെ ഒരു തലമുറ വളർന്നത് തോക്കുകൾക്കും ശവങ്ങൾക്കും ഇടയിലാണ്. ആ മാനസിക വിഷമം മാറാൻ ഇനിയും കാലമെടുക്കും എന്നുള്ളതാണ്. കുറ്റകൃത്യങ്ങൾ കുറഞ്ഞെങ്കിലും അവിടുത്തെ ദാരിദ്ര്യത്തിന് ഇപ്പോഴും മാറ്റമൊന്നുമില്ല. ഇന്ന് ലിയാരി കാണാൻ പഴയതുപോലെയല്ല. കെട്ടിടങ്ങളിൽ ഇപ്പോഴും വെടിയുണ്ടകൾ പാഞ്ഞ പാടുകളുണ്ട്. പക്ഷേ തെരുവുകളിൽ ഇപ്പോൾ ജീവിതമുണ്ട്. കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. ആളുകൾ പേടിയില്ലാതെ നടക്കുന്നു. പക്ഷേ ഈ സമാധാനം എത്ര കാലം ഉണ്ടാകും എന്നത് ഒരു ചോദ്യമാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടിയായിരുന്നു ഉസൈറും റഹ്മാനും ഒക്കെ പ്രവർത്തിച്ചിരുന്നത്. അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടി ലിയാരിയെ അവർ കുരുതി കൊടുത്തു. സർക്കാർ വിചാരിച്ചിരുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ ഇത് തടയാമായിരുന്നു. പക്ഷേ അവർക്ക് സ്വന്തം കാര്യമായിരുന്നു വലുത്. ലിയാരിയുടെ കഥ ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ പരാജയത്തിന്റെ കഥയാണ്. പാവപ്പെട്ടവരെ സംരക്ഷിക്കാൻ സർക്കാർ മറന്നുപോയപ്പോൾ ഉണ്ടായ ദുരന്തം എന്ന് പറയുന്നത്. ലിയാരി ഇപ്പോൾ വളരെ ശാന്തമാണ്. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന ഒരു ശാന്തതയാണ്. ഇപ്പോഴും അവിടെ പട്ടിണിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്,
പുതിയ ഒരു നേതാവ് വീണ്ടും അവിടെ വരാൻ സാധ്യതയുണ്ട്. ഉസൈർ ബലൂച്ച് ഇപ്പോഴും ജയിലിൽ നിന്ന് സന്ദേശങ്ങൾ അയക്കുന്നുണ്ട്. ആ ഓർമ്മകൾ ലിയാരിയിലെ ആളുകളെ ഇപ്പോഴും വേട്ടയാടുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ലിയാരി നമുക്ക് തരുന്ന ഒരു പാഠം ഇതാണ്: ഒരു രാജ്യം പരാജയപ്പെടുമ്പോൾ അതിൻ്റെ വില നൽകേണ്ടി വരുന്നത് അവിടുത്തെ പാവപ്പെട്ടവർ മാത്രമാണ്. സർക്കാർ ഇല്ലാതാകുമ്പോൾ അവർ കുറ്റവാളികളുടെ അടിമകളായിട്ടാണ് മാറുന്നത്. സർക്കാർ തിരിച്ചു വരുമ്പോൾ അവർ യുദ്ധത്തിൻ്റെ ഇരകളായിട്ടും മാറും. അപ്പോൾ അവിടെ സമാധാനമുണ്ട്. പക്ഷേ അത് എത്രത്തോളം നിലനിൽക്കും എന്ന് ആർക്കും അറിയില്ല. മരിച്ചവരുടെ ശവകുടീരങ്ങൾക്ക് മുകളിൽ പണിത ആ സമാധാനത്തിന് എപ്പോഴും ഒരു പേടിയുടെ നിഴലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. ലിയാരി ഇപ്പോഴും ശ്വസിക്കുന്നുണ്ട്, പതുക്കെയാണെങ്കിലും. ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കും. വെടിയുണ്ടകളില്ലാത്ത ഒരു പുലരിക്കായിട്ട് അവർ ഇപ്പോഴും കാത്തിരിക്കുകയാണ്.